ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഒന്നാം പെരുന്നാളിന് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയാണ് പെരുന്നാൾ ആഘോഷിച്ചത്. പിന്നെ പെരുന്നാളായിട്ട് പാടാനിയൻ ബഷീർ കുഞ്ഞുപ്പാൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാറുകൾ അവിടെ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ ബ്ലോക്ക് ആവേണ്ട എല്ലാവരും വഴിയുടെ അവിടെ നിർത്തിയത് കേട്ടോ. ജ്യോതിർമയി ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ തന്നെ എല്ലാവരും കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുപ്പാടെ വീടാട്ടോ. ഈ കുളത്തിൻ്റെ നേരെ മുന്നിലത്തെ വീടാണ് കുഞ്ഞുപ്പാടെ വീട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി. കുഞ്ഞുപ്പാൻ്റെ മോനായ അനൂപും മോളായ അനിലയും അനിലയുടെ ഹസ്ബൻഡ് അസഫ് അവർ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള നേരം അവർക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അവർ കുഞ്ഞുപ്പാടെ വീട്ടിലേക്ക് എല്ലാവരും വിരുന്ന് വിളിച്ചിരിക്കുകയാണ്. അനിലയും പഠിച്ചത് കോൺവെൻറ്റിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ പഠിച്ച LF തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവൾ മെറിറ്റിൽ MBBS ചേർന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് MD അനസ്തേഷ്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ലണ്ടനിലേക്ക് ദുബായിൽ കുറച്ച് വർക്ക് ചെയ്ത ശേഷം ലണ്ടനിലേക്ക് പോവുക ചെയ്തത്. മൂത്താപ്പ, ഉപ്പ, കുഞ്ഞുപ്പ ഇവർ 3 ആണുങ്ങളും 6 പെണ്ണുങ്ങളുമാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരെയാണ് വിരുന്ന് വിളിച്ചിരിക്കുന്നത്, അവരും അവരുടെ ഫാമിലിയും. പക്ഷെ വന്നിട്ടുള്ളത് പകുതി പേരെന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഫാമിലി മൊത്തം പുറത്തും അതുപോലെ കെട്ടിച്ചു വിട്ട മക്കൾ അങ്ങനെ അവരൊന്നും എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പിമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഗൾഫിലല്ല. അതേപോലെ ഓരോ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ വീട്ടിലുള്ളവർ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അടിപൊളി ദമ്മ് മട്ടൻ ബിരിയാണി, ചില്ലി, ഐസ്ക്രീം ഇതൊക്കെയായിരുന്നു ഫുഡ്. ഞാൻ കുഞ്ഞിക്കുട്ടിയാകുമ്പോൾ സിയാദ് ജനിക്കുന്ന സമയത്ത് പെൺകുട്ടിയാവാനായിരുന്നു എനിക്ക് ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ സിയാദ് പെൺകുട്ടിയാവണേന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് ആൺകുട്ടിയായി. പിന്നെ കിട്ടിയിട്ടുള്ളത് അനിലേനെയാണ് കേട്ടോ. ഒരുക്കാനും വീട്ടിൽ വന്നാൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ അവൾ വീട്ടിലേക്ക് വരും കേട്ടോ. വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരും. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടി കൊടുക്കും, പിന്നെന്താ മൈലാഞ്ചി ഇട്ട് കൊടുക്കും, ഒരുക്കി കൊടുക്കും. അതൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ കുഞ്ഞേ കുട്ടിയാകുമ്പോൾ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവൾ വിരുന്ന് തന്നെ വരിക നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ അനിയത്തില്ലാത്ത വിഷമം ഞാൻ തീർത്തത് അനിലയെ കൂടെയാണ് കേട്ടോ. ഉപ്പാടെ 2ാമത്തെ പെങ്ങൾ ഞങ്ങൾ മമ്മി എന്നാണ് വിളിക്കാം. മമ്മിയുടെ ഫാമിലി മാത്രമാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് കേട്ടോ. ബാക്കി ഒരുവിധം എല്ലാ ഫാമിലികളും എത്തി. മമ്മിക്ക് കാലിൽ നീരായതുകൊണ്ട് വന്നില്ല. പിന്നെ ഒരു മോള് ബാംഗ്ലൂർ, ഒരു മോള് എറണാകുളം. അതുകൊണ്ടൊക്കെയും അവർക്കൊന്നും വരാൻ പറ്റില്ല. സ്കൂൾ വെക്കേഷന് വരുന്നതിന് ഇവിടെ നിൽക്കാൻ വരുമ്പോൾ പ്രധാന ലക്ഷ്യം മാങ്ങയാണ് കേട്ടോ. ഓരോ കാറ്റ് വീശുമ്പോഴും മാമ്പഴം ഇങ്ങനെ വീഴും. അപ്പോൾ പോയി പെറുക്കി കഴിക്കുക. അതാണ് മെയിൻ ഇവിടെ വന്നുള്ള പരിപാടി. പിന്നെ മുന്നിലത്തെ കുളത്തിൽ ചൂണ്ടിട്ട് മീൻ പിടിക്കുക, അതിനൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വിരുന്ന് വരാറ് കേട്ടോ. പിന്നെ അനു ഉണ്ടാവും, അനിലുണ്ടാവും. അവരൊക്കെ പിന്നെ കുട്ടികളായിരുന്നു. നജീബുക്കാടെ മോനെ ഹിഷാമാണിത്. അവന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണ്. സിനിമാ ക്യാമറാമാൻ മനു, പിന്നെ CA കാരൻ നമ്മുടെ അമീം, എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്കാലത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നത് ജമീലമ്മയുടെ ഹസ്ബൻഡ് കാസിമാമ മാഷായിരുന്നു കേട്ടോ. പിന്നെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നാജിത്താത്താൻ്റെ മോനാണ്. പിന്നെ നമ്മുടെ സുർമയുടെ ഹസ്ബൻഡ് സുലൈമാനെ. പിന്നെ എല്ലാവരും വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ പിന്നെ ഫുഡ് നമ്മുടെ സമയമായി കേട്ടോ. അപ്പോൾ അവർ ഇവിടേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും കൂടിയിട്ട്. നമുക്കൊരു കാര്യമില്ല, അടിപൊളിയായിട്ട് എടുത്തു തരാണ്ട് അല്ലേ. ഇഷാമേ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെല്ലാരും എടുക്കുമല്ലോ, കഴിവ് കാണിക്കണ്ടേ? അല്ല പിന്നെ കൊച്ചിയിൽ പോയി ഞാൻ വന്നില്ല, ഇടപ്പള്ളി ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഈ അടുത്ത യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങും.
ഡ്രൈവറില്ലേ ആ വണ്ടിയിലെ ഇവനോട് പ്രകാശനോട് പറഞ്ഞാൽ ഒന്ന് വിളിക്കാം ഒരു ആരൊക്കെ വന്ന് ചെയ്യേണ്ടി ആണല്ലേ അവിടെ അവര് പേരിന്റെ തോന്നുന്നു. ഇതിന്റെ അങ്ങനെ ഇട്ട് വരൂ. ഹലോ ഹായ്. എവിടെ പരിചയമുണ്ടല്ലോ. നമ്മള് കഴിച്ചിട്ടറിയണ്ടേ? ഐസ്ക്രീം തിന്നു ഇൻഫ്ലുവൻസർ പോരെ ഐസ്ക്രീം ഉള്ള എനിക്ക് കുടിക്കാം. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. ഞാന് ബാക്കിലുണ്ട്. വരും, വരണല്ലോ. ഞങ്ങള് പോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.